ഗിരീഷേട്ടനും നന്ദുവും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സമാധാനത്തിൽ ചോദിക്കാന്ന് വെച്ചാ ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരുന്ന. ചെല്ല, പോയി കുളിച്ചിട്ട് വാ. ചെല്ല. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയേ? ഒന്നുമില്ല ദേവി. എന്താ നന്ദു? എന്തോ പറ്റിയിട്ടുണ്ട്. ദേവി, എന്റെ ഷോൾഡർ ഒന്ന് ചൂരി ഇടിച്ചു. നോക്കട്ടെ. ഈശ്വര, എന്തായി കാണുന്നേ? നന്ദു, എന്ത് പറ്റിയതാ? ഈശ്വര, പറ നന്ദു. അയ്യോ, 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 എന്താ നന്ദു ഇത്? വന്നേ. അയ്യോ, വാ നന്ദു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ദേവി, വേണ്ട വേണ്ട. അയ്യോ ദേവി, പതുക്കെ, അമ്മ അറിയരുത്. നന്ദു, പറ, എന്താ സംഭവിച്ച? ആരാ നന്ദുനെ ഇങ്ങനെ ഉപദ്രവിച്ച? എന്താ പറ്റിയെന്ന് പറ നന്ദു. ത്യാഗരാജന്റെ ഗുണ്ടകള് താവളത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതാ. ഈശ്വര, ഞാനും മുരളിയും കൂടെ യൂണിയൻ നേതാവിനെ കാണാൻ പോകുന്ന വഴിയില് ത്യാഗരാജന്റെ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ബൽറാം നങ്കിളിനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ എന്നെ കൊല്ലാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. ദേവി, ദേവി, ഒരിക്കലും ഇത് അമ്മ അറിയരുത്. അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റില്ല. അമ്മ അറിഞ്ഞാ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, അത്യാവശ്യം വേണ്ട മരുന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മറ്റാരും ഇത് അറിയരുത്. നീ പേടിക്കണ്ട, എനിക്ക് വേറൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഒന്നുമില്ല ദേവി. ഞാനൊന്നും ചൂടുവെള്ളത്തിൽ മേലെ ഇടട്ടെ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.